ഈ വീഡിയോയിൽ നമ്മൾ യൂണിയൻ ജുഡീഷ്യറിയെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് സുപ്രീം കോർട്ട് ഉണ്ട്, അതിന് താഴെ ഹൈക്കോർട്ട്, പിന്നീട് ഹൈറാർക്കി ഓഫ് സബോർഡിനേറ്റ് കോർട്ട്സ് അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരമാണ്. അത് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈ സിംഗിൾ സിസ്റ്റം ഓഫ് കോർട്ട് തന്നെയാണ് ബോത്ത് സെൻട്രൽ ലോസ് ആയാലും സ്റ്റേറ്റ് ലോസ് ആയാലും എൻഫോഴ്സ് ചെയ്യുന്നത്. നമ്മുടെ സുപ്രീം കോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 28, 1950 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യം ഒരു ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു, ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. പിന്നീട് 1950 സുപ്രീം കോർട്ട് ഇതിനെ സക്സീഡ് ചെയ്തു വന്നു. സുപ്രീം കോർട്ട് ഇത് ഇന്ത്യയിലെ സുപ്രീം ജുഡീഷ്യൽ ബോഡിയാണ്. ആർട്ടിക്കിൾ 124 to 147 പാർട്ട് 5 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 5 ആർട്ടിക്കിൾ 124 to 147 സുപ്രീം കോർട്ടിനെ കുറിച്ച് പറയുന്നത്. പാർലമെൻറ്റ് ഈസ് ഓൾസോ ഓതറൈസ്ഡ് ടു റെഗുലേറ്റ് ദ സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയൊക്കെ ജൂറിസ്ഡിക്ഷൻ ഡിസൈഡ് ചെയ്യാൻ പാർലമെൻറ്റിന് പറ്റും. സുപ്രീം കോർട്ട് ഇറ്റ് ഈസ് എ ഫെഡറൽ കോർട്ട്. പിന്നെ അതുപോലെ തന്നെ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലാണ്, ദ ഗ്വാരൻറ്റർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൻസ് ആൻഡ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോർട്ട് ഇസ് ഫെഡറൽ കോർട്ട്, highest court of appeal, guarantor of the fundamental right of the citizens and guardian of the constitution. സുപ്രീം കോർട്ടിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ഈ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൽ കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നതാണ്. 1950 to 1973 അത്രയും നാളും സുപ്രീം കോർട്ട് നിലവിൽ വന്നപ്പോൾ മുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ സീനിയർ മോസ്റ്റ് ജഡ്ജ്, സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആരോ അദ്ദേഹത്തിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത് സെറ്റ് കൺവെൻഷൻ വയലേറ്റഡ് ആയി 1973 A.N. റേ എന്ന് പറയുന്ന ജഡ്ജിനെ ചീഫ് ജസ്റ്റിസായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് മുൻപ് 3 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഫോളോ ചെയ്തു വന്ന കൺവെൻഷൻ വയലേറ്റഡ് ആയി. ഇതുകൊണ്ട് ഒരുപാട് കേസസ്, ഫസ്റ്റ് ജഡ്ജസ് കേസ്, സെക്കൻഡ് ജഡ്ജസ് കേസ്, അങ്ങനെ കുറേ കേസസ് നിലവിൽ വന്നു. പിന്നെ 1993 സുപ്രീം കോർട്ട് തന്നെ റൂൾ ചെയ്തു that the senior most judge of the Supreme Court should alone be appointed to the office of the Chief Justice of India. ഇതിനൊരു കളീജിയം സിസ്റ്റം ഉണ്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജസും കൂടെ ചേരുന്ന ഒരു കളീജിയം സിസ്റ്റം ഉണ്ട്. സെക്കൻഡ് ജഡ്ജസ് കേസ് വഴി തന്നെയാണ് ഈ സിസ്റ്റം നിലവിൽ വരുന്നത്. എന്നിട്ട് ഇതിൽ നിൽക്കുന്ന ഡിസിഷൻ പ്രകാരം ഫൈനലി പ്രസിഡൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യും. ഇനിയും ഏതൊരു ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴും ചീഫ് ജസ്റ്റിസിനെ കൺസൾട്ട് ചെയ്യണം എന്നുള്ളത് ഒബ്ലിഗേറ്ററി ആണ്. സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഒന്ന്, അദ്ദേഹം ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെയെന്ന് പറയുന്നത് ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട്, ഒരു ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ് ആയിരിക്കണം ഫോർ 5 years, 5 വർഷത്തോളം ഹൈക്കോർട്ടിൻ്റെ ജഡ്ജ് ആയിരുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അത് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, ഹൈക്കോർട്ടിൻ്റെ അഡ്വക്കേറ്റ് ആയ വ്യക്തി ആയിരിക്കണം. 10 years അഡ്വക്കേറ്റ് ആയിരിക്കണം. അപ്പോൾ ജഡ്ജ് ആണെങ്കിൽ ഫോർ 5 years ആൻഡ് അഡ്വക്കേറ്റ് ആണെങ്കിൽ അത് ഫോർ 10 years. ഇനിയും സുപ്രീം കോർട്ടിലെ ജഡ്ജിൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ ഹി ഷുഡ് ബി എ ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡൻറ്റ്. നമുക്ക് മിനിമം ഏജ് ഒന്നും ഇവിടെ എവിടെയും പറയുന്നില്ല. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഹൈക്കോർട്ടിലെ ജഡ്ജ് ആയിരിക്കണം ഫോർ എ ടൈം ഓഫ് 5 years, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായിട്ട് 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പീനിയനിൽ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ജൂറിസ്റ്റ് ആയിരിക്കണം. ഇത്രയുമാണ് ഒരു ജഡ്ജായിട്ട് അപ്പോയിൻറ്റഡ് ആവാനുള്ള, സുപ്രീം കോർട്ടിൽ അപ്പോയിൻറ്റഡ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസ്. മിനിമം ഏജ് ഒന്നും പറയുന്നില്ല. ഇനി ടെന്യൂർ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മിനിമം ഏജ് പറയുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ ടെന്യൂർ പറയുമ്പോൾ അപ്പോയിൻറ്റഡ് ആവാനുള്ള മിനിമം ഏജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 65 years വരെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 65 years അല്ലെങ്കിൽ ഹി ഓർ ഷി ക്യാൻ റിസൈൻ. ഒരു പ്രസിഡൻറ്റിന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യാൻ പറ്റും. ഇനി പാർലമെൻറ്റ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ പാർലമെൻറ്റ് റെക്കമെൻഡ് ചെയ്തിട്ട് പ്രസിഡൻറ്റിന് അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാനും പറ്റും. സോ ടെന്യൂർ പറയുമ്പോഴത്തേക്കും 65 years ആണ് മാക്സിമം ഏജ്. ഹി ഹോൾഡ്സ് ഓഫീസ് അണ്ടിൽ ഹി അറ്റൈൻസ് ദ ഏജ് ഓഫ് 65. ഇത്തരത്തിൽ ഏജിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ഇതിൽ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന പാർലമെൻ്റ് ആയിരിക്കും. ഇനി ജഡ്ജസിൻ്റെ എണ്ണം കൂട്ടണോ വേണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പാർലമെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ജുറിസ്ഡിക്ഷൻ്റെ കേസിലും പാർലമെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഹി ക്യാൻ റിസൈൻ ഹിസ് ഓഫീസ് ബൈ റൈറ്റിംഗ് ടു പ്രസിഡൻറ്റ്. ഹി ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് ഓഫീസ് ബൈ പ്രസിഡൻറ്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ പാർലമെൻറ്റ്. നെക്സ്റ്റ്, jurisdiction and powers of Supreme Court. Very very important topic. The Constitution has conferred a very extensive jurisdiction and vast powers on the Supreme Court. സുപ്രീം കോർട്ടിന് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്, റിട്ട് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. പിന്നെ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ്റർപ്രിട്ടേഷൻ, ഇത് കൂടാതെ മറ്റ് പവേഴ്സും ഉണ്ട്. അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്താണെന്ന് നോക്കാം.
സുപ്രീം കോർട്ട് ഒരു ഫെഡറൽ കോർട്ടാണെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഹാസ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ടു ഡിസൈഡ് എനി ഡിസ്പ്യൂട്ട് ഇൻവോൾവിങ് എ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഓർ ഫാക്ട്സ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്. ഇപ്പോൾ സ്റ്റേറ്റ്സിനിടയ്ക്കാണെങ്കിലും ഉള്ള എന്തെങ്കിലും ഇഷ്യൂ ഓർ ഡിസ്പ്യൂട്ട്സ് ഡിസൈഡ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് അതോറിറ്റി സുപ്രീം കോർട്ടിനുണ്ട്. അപ്പോൾ ഒരു ഫെഡറൽ കോർട്ട് എന്ന നിലയിൽ ഏതൊരു ഡിസ്പ്യൂട്ടും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മറ്റ് സ്റ്റേറ്റ്സുകളുമായിട്ടുള്ളതാണെങ്കിലും, ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒരു സ്റ്റേറ്റും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാത്രം ഒരു സൈഡിൽ, മറ്റൊരു സൈഡിലെന്ന് പറയുന്നത് വേറെ 3-4 സ്റ്റേറ്റ്സാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇനിയും ഏതോ 1-2 സ്റ്റേറ്റ്സിനിടയ്ക്കുള്ള ഡിസ്പ്യൂട്ട് ആണെങ്കിൽ പോലും അത് ഹിയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സിൽ ഡിസൈഡ് ചെയ്യാനുള്ള ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ സുപ്രീം കോർട്ടിനുണ്ട്. ഈ എക്സ്ക്ലൂസീവ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ എന്ന് പറയാൻ കാരണം നോ അതർ കോർട്ട് ക്യാൻ ഡിസൈഡ് സച്ച് ഡിസ്പ്യൂട്ട്സ്. ആൻഡ് ഒറിജിനൽ എന്ന് പറയാൻ കാരണം the power to hear such disputes in the first instance and not by way of appeal. ഒരു അപ്പീലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ അത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഹിയർ ചെയ്യാനായിട്ട് സുപ്രീം കോർട്ടിന് പറ്റും. അതാണ് ഒറിജിനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയും എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കോർട്ടിനും ഇത്തരത്തിലുള്ള ഒരു കേസിനെ ഹിയർ ചെയ്യാൻ പറ്റില്ല, ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതാണ് എക്സ്ക്ലൂസീവ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് സുപ്രീം കോർട്ട് ഇഷ്യൂ ആണ്. പക്ഷേ സുപ്രീം കോർട്ട് റിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എക്സ്ക്ലൂസീവ് അല്ല ബിക്കോസ് ഹൈക്കോർട്ടിനും റിട്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുണ്ട്. സോ സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരിക്കലും സുപ്രീം കോർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് അതോറിറ്റി അല്ല. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള കേസസ്, ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഹിയർ ചെയ്യുക എന്നുള്ളത് സുപ്രീം കോർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് അതോറിറ്റിയാണ്. നോ അതർ കോർട്ട് ക്യാൻ ഡിസൈഡ് സച്ച് ഡിസ്പ്യൂട്ട്സ്. നെക്സ്റ്റ്, റിട്ട് ജുറിസ്ഡിക്ഷൻ. സുപ്രീം കോർട്ടാണ് നമ്മുടെ ഗ്യാരണ്ടർ ആൻഡ് ഡിഫൻഡർ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ്. വൺ മോർ തിങ്, ആർട്ടിക്കിൾ 131 പ്രകാരമാണ് ഇത്തരത്തിൽ സുപ്രീം കോർട്ടിന് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ കിട്ടുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള ഡ്യൂട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സുപ്രീം കോർട്ടിന് എൻഫോഴ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോർട്ടിന് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. ഒറിജിനൽ എന്ന് പറയാൻ കാരണം എന്തൊരു അപ്പീൽ ആവശ്യമില്ലാതെ ഡയറക്റ്റ് കോർട്ടിനെ സമീപിക്കാൻ പറ്റുമെങ്കിൽ അത് ഒറിജിനൽ ജുറിസ്ഡിക്ഷനായിട്ട് നമുക്ക് പറയാം. അപ്പം റിട്ടിൻ്റെ കേസിൽ ഇൻ ദിസ് റിഗാർഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സുപ്രീം കോർട്ട് ഹാസ് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ആൻ അഗ്രീവ്ഡ് സിറ്റിസൺ ക്യാൻ ഡയറക്ട്ലി ഗോ ടു ദ സുപ്രീം കോർട്ട്, നോട്ട് നെസസറിലി ബൈ വേ ഓഫ് അപ്പീൽ. അപ്പോൾ സുപ്രീം കോർട്ട് എന്ത് ചെയ്യും? സുപ്രീം കോർട്ട് ഈസ് എംപവേർഡ് ടു ഇഷ്യൂ റിറ്റ്സ് ഇൻക്ലൂഡിംഗ് ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രൊഹിബിഷൻ, ക്യോ വാറൻഡോ ആൻഡ് സെഷ്യൂറാരി. ഇത്രയും റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഫോഴ്സ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ആൻ അഗ്രീവ്ഡ് സിറ്റിസൺ. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ സിറ്റിസണിന് അഗ്രീവ്ഡ് പാർട്ടിക്ക് ഹാസ് ദ ഓപ്ഷൻ ഓഫ് മൂവിങ് എയ്തർ ദ ഹൈക്കോർട്ട് ഓർ ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി. അപ്പോൾ ഇവിടെ സുപ്രീം കോർട്ടിന് ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. കാരണം എന്താണ്? അപ്പീലില്ലാണ്ട് ഡയറക്റ്റ് ആ വ്യക്തിക്ക് സമീപിക്കാൻ പറ്റും. പക്ഷേ അത് ഒരിക്കലും എക്സ്ക്ലൂസീവ് ജുറിസ്ഡിക്ഷൻ അല്ല. സുപ്രീം കോർട്ടിന് മാത്രമല്ല ഇത്തരത്തിൽ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്, ഹൈക്കോർട്ടിനും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോർട്ടും റിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഹൈക്കോർട്ടിൻ്റെ അത്തരത്തിലുള്ളൊരു സ്കോപ്പ് ഭയങ്കര കൂടുതലാണ്. ബട്ട് സ്റ്റിൽ സുപ്രീം കോർട്ടും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ 32 പ്രകാരം. സോ എക്സ്ക്ലൂസീവ് അതോറിറ്റി അല്ല റിട്ടിൻ്റെ കേസിൽ സുപ്രീം കോർട്ടിനുള്ളത്, ബിക്കോസ് ഹൈക്കോർട്ട് ഈസ് ഓൾസോ ഇഷ്യൂയിങ് റിറ്റ്സ്. പക്ഷേ ഒറിജിനൽ ജുറിസ്ഡിക്ഷനാണ്, ബിക്കോസ് അപ്പീലില്ലാതെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ജുറിസ്ഡിക്ഷൻ എന്താണ്? അണ്ടർ ആർട്ടിക്കിൾ 32 എവറി ഇൻഡിവിജ്വൽ ഹാസ് എ റൈറ്റ് ടു മൂവ് ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഹിസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആൻഡ് ഫോർ ദാറ്റ് പേർപ്പസ് സുപ്രീം കോർട്ട് 5 തരത്തിലുള്ള റിറ്റ്സ് ഇഷ്യൂ ചെയ്യും: ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, ക്യോ വാറൻഡോ, സെഷ്യൂറാരി ആൻഡ് പ്രൊഹിബിഷൻ. നെക്സ്റ്റ്, സുപ്രീം കോർട്ടിൻ്റെ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ. സുപ്രീം കോർട്ടാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് അപ്പലേറ്റ് കോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് എൻജോയ്സ് എ വൈഡ് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 4 heads: അപ്പീൽസ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സ്, അപ്പീൽസ് ഇൻ സിവിൽ മാറ്റേഴ്സ്, അതുപോലെ തന്നെ ക്രിമിനൽ മാറ്റേഴ്സിന്, പിന്നെ അപ്പീൽസ് ബൈ സ്പെഷ്യൽ ലീവ്. സാധാരണ അപ്പീൽ വഴി വരുന്നത് കൂടാതെ സുപ്രീം കോർട്ടിന് സ്വന്തമായിട്ട് ഗ്രാൻഡ് ചെയ്യാം എന്ത്? ഫോർ ദ സ്പെഷ്യൽ ലീവ് ഫോർ അപ്പീൽ ബിഫോർ ഇറ്റ്. നെക്സ്റ്റ്, അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. ഇതൊരു സ്പെഷ്യൽ പവറാണ്. എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പവറാണ് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ കൊടുത്തേ പറ്റുമെന്നല്ല, അപ് ടു ഡിസ്ക്രിപ്ഷനാണ്. സുപ്രീം കോടതി ഡിസ്ക്രിപ്ഷനിലാണ് വരുന്നത് വെദർ ടു ഗ്രാൻഡ് ഇറ്റ് ഓർ നോട്ട്. ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 136.
ആർട്ടിക്കിൾ 136 പ്രകാരം ദ സുപ്രീം കോർട്ട് ഈസ് ഓത്തറൈസ്ഡ് ടു ഗ്രാന്റ് ഇൻ ഇറ്റ്സ് ഡിസ്ക്രിഷൻ special leave to appeal from any judgment in any matter passed by any court or tribunal in the country except the military tribunal and court martial. അപ്പോൾ മിലിറ്ററി ട്രിബ്യൂണലോ കോർട്ട് മാർഷലോ ഒഴികെ ബാക്കി ഇന്ത്യൻ ടെറിട്ടറിയിനുള്ളിൽ വരുന്ന ഏതൊരു കോർട്ട്, ഹൈക്കോർട്ടായാലും ബാക്കി ഏത് കോർട്ടായാലും ഇഷ്യൂ ചെയ്യുന്ന എന്തൊരു ജഡ്ജ്മെൻ്റ് ആയാലും ഓർഡർ ആയാലും ആ ജഡ്ജ്മെൻറ്റിനെതിരെ നമുക്കൊരു സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോർട്ടിൽ സമർപ്പിക്കാം. അപ്പോൾ ഇതുവഴി സുപ്രീം കോർട്ടിനെ നമ്മൾ ഡയറക്റ്റ് ഇഷ്യൂയിലേക്ക് ഇടപെടുത്തുവാണ്. അപ്പോൾ ഇതൊരു ഡിസ്ക്രിഷണറി പവറാണ്. ഇറ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഇൻ എനി ജഡ്ജ്മെൻറ്റ് വെദർ ഫൈനൽ ഓർ ഇൻ്റർലോക്യൂട്ടറി ആൻഡ് ഇറ്റ് മേ ബി റിലേറ്റഡ് ടു എനി മാറ്റർ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയാലും സിവിൽ ആയാലും ക്രിമിനൽ ആയാലും റിലേറ്റഡ് ടു ഇൻകം ടാക്സ് ആയാലും ലേബർ, റവന്യൂ, അഡ്വക്കേറ്റ്സ് എക്സെട്ര. എന്ത് മാറ്റർ ആയാലും അത് റിലേറ്റ് ചെയ്ത് തരുന്ന എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ആണെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ വന്നു ഓർ ഗ്രോസ് ഇൻജസ്റ്റിസ് നടന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം അഗ്രീവ്ഡ് പാർട്ടി ആരാണോ അദ്ദേഹത്തിന് നമ്മുടെ അപ്പെക്സ് കോർട്ടിൽ സ്പെഷ്യൽ പെർമിഷൻ കൊടുക്കാൻ, സ്പെഷ്യൽ പെർമിഷൻ ടു ബി ഹേർഡ് ഇൻ ദ അപ്പെക്സ് കോർട്ട് അഗെയിൻസ്റ്റ് എനി ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് അല്ലെങ്കിൽ ഏത് ട്രിബ്യൂണൽ ആയാലും ഇൻ ദ കൺട്രി എക്സെപ്റ്റ് മിലിറ്ററി ട്രിബ്യൂണൽ ആൻഡ് കോർട്ട് മാർഷ്യൽ. ഇതൊരു എക്സെപ്ഷണൽ ആൻഡ് ഓവർ റൈഡിങ് പവറാണ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിൽ മാത്രമേ ഇത് എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. ആർട്ടിക്കിൾ 136 സ്പെഷ്യൽ ലീവ് പെറ്റീഷനെ കുറിച്ച് പറയുന്നത്. ഒരു അഗ്രീവ്ഡ് പേഴ്സൺ സുപ്രീം കോർട്ടിൽ നിന്നെടുക്കുന്ന ഒരു സ്പെഷ്യൽ പെർമിഷനാണ് to be heard against the judgments given by any lower court or tribunal except military and a court martial. Next, advisory jurisdiction, article 143. ഇതിലാണ് പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കേസിൽ സുപ്രീം കോർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നത്. The constitution under article 143 authorizes the president to seek the opinion of the supreme court in the two categories of matters. First one, on any question of law or fact of public importance which has arisen or which is likely to arise. ഇതിൽ സുപ്രീം കോർട്ടിന് പ്രസിഡന്റിന് ഒപ്പീനിയൻ കൊടുക്കാതിരിക്കാം. ഇനി ഒരു സെക്കൻഡ് കേസ് ഉണ്ട്, ഓൺ എനി ഡിസ്പ്യൂട്ട് അറൈസിങ് ഔട്ട് ഓഫ് എനി പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റി, എഗ്രിമെൻറ്റ്, കൺവെനൻറ്റ്, എൻഗേജ്മെൻറ്റ് ഓർ അതർ സിമിലർ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ കേസിൽ സുപ്രീം കോർട്ട് മസ്റ്റ് ടെൻഡർ ഇറ്റ്സ് ഒപ്പീനിയൻ ടു ദ പ്രസിഡന്റ്. എനിവേസ് സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് എന്തായാലും അത് പ്രസിഡന്റിന് ബൈൻഡിങ് അല്ല, ഓൺലി അഡ്വൈസറി ഇൻ നേച്ചറാണ്. സുപ്രീം കോർട്ട് കൊടുക്കുന്ന അഡ്വൈസ് പ്രസിഡന്റ് സ്വീകരിക്കാതിരിക്കാം. ഇൻ ബോത്ത് കേസസ് ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ഓൺലി അഡ്വൈസറി ആൻഡ് നോട്ട് എ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ്. പ്രസിഡന്റിന് അഡ്വൈസ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 143. നെക്സ്റ്റ് സുപ്രീം കോർട്ട് ഓഫ് ദ റെക്കോർഡാണ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 129. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്, പ്രൊസീഡിങ്സ്, പിന്നെ ആക്ട്സ് സുപ്രീം കോർട്ട് പാസ്സാക്കുന്ന എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യും ഫോർ പെർപേച്വൽ മെമ്മറി ആൻഡ് ടെസ്റ്റിമോണി. ഇറ്റ് ഓൾസോ ഹാസ് ദ പവർ ടു പണിഷ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. പാസ് എ കോർട്ട് ഓഫ് റെക്കോർഡ് അണ്ടർ ആർട്ടിക്കിൾ 129. സുപ്രീം കോർട്ടിൻ്റെ ആക്ട്സ് ആൻഡ് പ്രൊസീഡിങ്സ് ആർ എൻറോൾഡ് ഫോർ പെർപേച്വൽ മെമ്മറി ആൻഡ് ടെസ്റ്റിമോണി. നെക്സ്റ്റ്, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 3 ഓർഗൻസ് ആണ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്റ്റൊക്കെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ നിൽക്കുന്നതെന്നൊക്കെ നോക്കാനുള്ള സുപ്രീം കോർട്ടിൻ്റെ റൈറ്റാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. റൈറ്റുള്ള പവറാണ്. ജുഡീഷ്യൽ റിവ്യൂ ഈസ് എ പവർ ഓഫ് ദ സുപ്രീം കോർട്ട് ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓഫ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. അപ്പോൾ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇപ്പോൾ ഇവർ രണ്ട് ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആണോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലി അവ വാലിഡ് ആണോ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി റിവ്യൂ ചെയ്യുന്നു. അതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആര്? ജുഡീഷ്യറി റിവ്യൂ ചെയ്യുന്നു. ഓൺ എക്സാമിനേഷൻ, ഇഫ് ദേ ആർ ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, they can be declared as illegal, unconstitutional and invalid by the Supreme Court. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ they cannot be enforced by the government. പിന്നെ ഇതെന്തിനാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എവോക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്റ്റ് ആൻഡ് എൻഫോഴ്സ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 3 പറയുന്ന പാർട്ട് 3 പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ലോ ലെജിസ്ലേച്ചർ പാസ്സാക്കി എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാകും ആർട്ടിക്കിൾ 13 പ്രകാരം. എന്നിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണെന്ന് പറയുകയും സുപ്രീം കോടതി വിധിക്കുകയും അങ്ങനെ വന്നാൽ ഗവൺമെൻറ്റിന് പിന്നീട് അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ജുഡീഷ്യൽ റിവ്യൂ നല്ല കാര്യമാണ്. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഇവിടെ ജുഡീഷ്യൽ ആക്ടിവിസത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ക്രിയേറ്റ് ചെയ്തൊരു വാക്യൂം ഉണ്ടാകും. അത് ഫില്ല് ചെയ്യാനായിട്ട് ജുഡീഷ്യറി ശ്രമിക്കുന്നതാണ്.
അതായത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് പാസീവായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ജുഡീഷ്യറി അവിടെ ആക്റ്റീവ് ആവുന്നു. ഇത്തരത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് എക്സാമ്പിളാണ് കേശവാനന്ദ ഭാരതി കേസ് വന്നത്. അതിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അതിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് എക്സാമ്പിളാണ്. ഇത് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിൽ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഈ രണ്ട് ഓർഗൻസും അവരുടെ ഫംഗ്ഷൻ പ്രോപ്പറായി ചെയ്യാത്തപ്പം ജുഡീഷ്യറി ഇൻവോൾവ് ആവുന്നു, ശരിക്കും ഇൻവോൾവ് ആവുന്നു. പക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസം ഭയങ്കര എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ അത് ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്ക് പോകും. അപ്പം ഈ ഓർഗൻസിനടയ്ക്കുള്ള ആ ബാലൻസ് നഷ്ടപ്പെടും. ഇവിടെ പ്രോപ്പർ സെപ്പറേഷൻ ഉണ്ടായിരുന്നു, ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് അങ്ങനെ പ്രോപ്പർ സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ആ ഒരു സെപ്പറേഷൻ ഇവിടെ പവേഴ്സിൻ്റെ സെപ്പറേഷൻ ഇവിടെ നഷ്ടപ്പെടും ജുഡീഷ്യൽ ഓവർ റീച്ച് ആകുമ്പോഴത്തേക്കും. കാരണം ജുഡീഷ്യറിക്ക് ഇവിടെ അതോറിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഈ തിയേറ്ററിൽ നാഷണൽ അന്തം കമ്പൽസറി ആക്കിയതൊക്കെ ഒരു തരത്തിൽ ജുഡീഷ്യൽ ഓവർ റീച്ച് ആയിരുന്നു. എനിവേയ്സ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പവർ നല്ലതാണ്, പക്ഷെ അത് കൂടി ജുഡീഷ്യൽ ആക്ടിവിസമായി പിന്നീട് ജുഡീഷ്യൽ ഓവർ റീച്ചിലേക്ക് പോകുമ്പോഴത്തേക്ക് ബാക്കി ഓർഗൻസ് തമ്മിലുള്ള ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആ ഒരു ബാലൻസ് നഷ്ടപ്പെടും. ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ ഈസ് ഗുഡ് ബിക്കോസ് ഇറ്റ് എക്സാമിൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് ഇനാക്ട്മെൻറ്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓഫ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. സുപ്രീം കോർട്ടാണ് അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ.